സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനം. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 മണിക്കാണ് മാർച്ച്. അറസ്റ്റിന് പിന്നാലെ ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ 4ാം പ്രതിയായ രാഹുലിനെ ഈ മാസം 22 വരെയാണ് വഞ്ചിയൂർ കോടതി റിമാൻഡ് ചെയ്തത്. UDF ഏകോപന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുന്ന കാര്യം മുന്നണി ചർച്ച ചെയ്യും. ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കണമെന്ന നിലപാടിലാണ് നേതൃത്വം. നവകേരള സദസ്സിന്റെയും UDF സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സിന്റെയും അവലോകനവും യോഗത്തിലുണ്ടാകും. ബജറ്റ് സമ്മേളനത്തിൽ നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗത്തിൽ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലും ഉണ്ടായേക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ യോഗവും UDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേരും. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ സിനഡൽ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ സഭാധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനാണ് 3-2 ഭൂരിപക്ഷം ലഭിച്ചതെന്ന് സൂചനയുണ്ട്. വോട്ടെടുപ്പിന്റെ വിശദാംശങ്ങൾ സിനഡ് ഇന്നലെ തന്നെ വത്തിക്കാന് കൈമാറി. മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം വത്തിക്കാനിലും സഭാസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിക്കും. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരെ നിലപാട് കടുപ്പിക്കാൻ സർക്കാരും LDFും. ഇടുക്കിയിലെ കർഷകരെ മുൻനിർത്തി പ്രത്യക്ഷ സമരം തുടരാനാണ് തീരുമാനം. LDF ഘടകകക്ഷികളുടെ കർഷക സംഘടനകൾ സമരം ഏറ്റെടുത്തേക്കും. ഗവർണറുമായി സമവായം വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ബില്ലിനെതിരെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാൻ വൈകുന്നത്. ഗവർണർ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഈ ബില്ലിന്റെ കാര്യം കൂടി ഉൾപ്പെടുത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മലപ്പുറത്ത് പൊന്നാനി എരമംഗലത്ത് മുൻ കോൺഗ്രസ് നേതാവ് PT മോഹനന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ഗായകൻ MG ശ്രീകുമാറിന് സമ്മാനിക്കും. കോൺഗ്രസ് നേതാവ് VM സുധീരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. രമേശ് ചെന്നിത്തലയാണ് മുഖ്യാതിഥി. ET മുഹമ്മദ് ബഷീർ MP, P നന്ദകുമാർ MLA തുടങ്ങിയ നേതാക്കൾക്കും ക്ഷണമുണ്ട്. കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. രാവിലെ 11 മണിക്കാണ് പുരസ്കാര വിതരണം. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. ഇതേക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 3-അംഗ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സപ്ലൈകോയുടെ നിലനിൽപ്പിനുതകുന്ന വിധവും ജനങ്ങൾക്ക് അധിക ഭാരമുണ്ടാകാത്ത തരത്തിലും നിരക്ക് വർധന നടപ്പാക്കും എന്നാണ് സർക്കാർ പറയുന്നത്. 20 മുതൽ 25% വരെ വില വർദ്ധിപ്പിക്കണം എന്ന ശുപാർശയാണ് സമിതി സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. 40% വരെ വില വർധനയാണ് സപ്ലൈകോ ആവശ്യപ്പെടുന്നത്. നിയമസഭാ സമ്മേളനം ഈ മാസം 25-ന് തുടങ്ങാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തേക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം തുടങ്ങുക. ബജറ്റ് ഫെബ്രുവരി 2-ന് അവതരിപ്പിക്കാനാണ് തീരുമാനം. മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാര ബുക്കിംഗുകൾ പുനരാരംഭിക്കണമെന്ന അഭ്യർത്ഥനയുമായി മാലദ്വീപിലെ ട്രാവൽ ഏജന്റുമാരുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും സംഘടന. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംഘടന ഇന്ത്യയിലെ ട്രാവൽ ബുക്കിംഗ് കമ്പനികൾക്ക് കത്തയച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ബഹിഷ്കരണാഹ്വാനം മാലദ്വീപിലെ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന 40,000 പേരെ ബാധിക്കുന്നതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ബന്ധം ചർച്ചകളിലൂടെ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. അതേസമയം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ബുക്കിംഗുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചു. മാലദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ചൈന അയക്കണം എന്നാണ് അഭ്യർത്ഥന. ചൈന സന്ദർശനത്തിനിടെയാണ് ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ജില്ലാതല സെൽ യോഗം ചേർന്നിട്ട് 1 വർഷത്തിലേറെയാകുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് സെൽ ചെയർമാനായ ശേഷം ഒരു തവണ മാത്രമാണ് യോഗം ചേർന്നത്. അവസാനമായി എൻഡോസൾഫാൻ സെൽ യോഗം വിളിച്ചു ചേർത്തത് കഴിഞ്ഞ വർഷം ജനുവരി 8-ന്. സൗജന്യ മരുന്ന് വിതരണം മുടങ്ങിയത് മുതൽ ആരോഗ്യവകുപ്പിന്റെ വിവാദ ഉത്തരവ് വരെ ചർച്ച ചെയ്യാൻ ഒട്ടനവധി പ്രശ്നങ്ങൾ. ജില്ലാ കളക്ടർ മുതൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ വരെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. യോഗം ചേരാത്തതിന്റെ കാരണം പോലും ആരും വ്യക്തമാക്കിയില്ല. പ്രശ്നങ്ങൾ പറയാനും പരിഹരിക്കാനുമുള്ള വേദി ഇല്ലാതായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ദുരിതബാധിതർ. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ കാരണമൊന്നുമില്ല. ചേരാൻ താല്പര്യമില്ലെന്നേ ഉള്ളൂ. എൻഡോസൾഫാൻ സെല്ല് യോഗം ചേരാതെ എൻഡോസൾഫാൻ വിക്ടിംസിന് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, അവരുടെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പം അതെല്ലാം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൗജന്യമായ മരുന്ന് കൊടുത്തുകൊണ്ടായിരുന്നു. അവർ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അതിൻ്റെ സാമ്പത്തികം എത്തിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ഇപ്പം അതും ഇല്ലാതെയായി.
ദുരിതം ഇരട്ടിയാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ അവഗണന തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ മാസം 30 മുതൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എൻഡോസൾഫാൻ സമരസമിതി. 24 കാസർഗോഡ്. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കുടുംബം പ്രത്യക്ഷ സമരത്തിലേക്ക്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹമിരിക്കും. പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഷഹ്ന ആത്മഹത്യ ചെയ്ത് 10 ദിവസം പിന്നിടുമ്പോഴും പ്രതിയായ ഭർത്താവ് നൌഫലും ഇയാളുടെ മാതാപിതാക്കളും ഒളിവിലാണ്. പ്രതികൾ സംസ്ഥാനം വിട്ടു എന്നാണ് വിലയിരുത്തൽ. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്നതിനാൽ ശബരിമലയിൽ ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. തുടർച്ചയായ ദിവസങ്ങളിൽ 1,00,000-ന് മുകളിലാണ് മല കയറുന്ന ഭക്തരുടെ എണ്ണം. ശബരി പീഠം മുതൽ ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. മകരവിളക്ക് ദിവസം വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നേരത്തെ പൂർത്തിയായി. തിരക്ക് നിയന്ത്രിക്കുന്നതിന് 2500 പോലീസുകാരെയാണ് ശബരിമലയിൽ നിയോഗിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹായം ആവശ്യമാണോ എന്ന കാര്യത്തിൽ മറിയക്കുട്ടിയുടെ അഭിഭാഷക കോടതിയെ നിലപാട് അറിയിക്കും. ക്ഷേമ പെൻഷൻ നൽകാനെന്ന പേരിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് എന്ത് ചെയ്തു എന്നതിന്റെ വിശദാംശം തേടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഉപഹർജിയും മറിയക്കുട്ടി നൽകിയിട്ടുണ്ട്. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാരിന്റെ നിലപാടിനെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. അടുത്ത ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിയിൽ റോഡ് ഷോ നടത്തും. ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. സമൂഹ വിവാഹം പരിപാടിയിലേക്കും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. പിന്നീട് 10 മണിയോടെ കൊച്ചിയിലേക്ക് തിരികെ എത്തുന്ന പ്രധാനമന്ത്രി BJP നേതൃയോഗത്തിലും പങ്കെടുക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നരേന്ദ്രമോദി നിർവഹിക്കും. പശ്ചിമ ബംഗാളിലെ റേഷൻ അഴിമതി കേസിൽ വൻ ക്രമക്കേടുകളുടെ തെളിവ് ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ED മേധാവിയെ അറിയിച്ചു. ഇന്നലെ ചേർന്ന യോഗത്തിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉദ്യോഗസ്ഥർ മേധാവി രാഹുൽ നവീന് കൈമാറി. സംസ്ഥാനത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് കേന്ദ്രസേനയുടേതടക്കം സുരക്ഷ ഉറപ്പാക്കുമെന്ന് ED മേധാവി ഉദ്യോഗസ്ഥരെ അറിയിച്ചു. നടപടി കടുപ്പിക്കാനാണ് ED ഡയറക്ടറുടെ നിർദ്ദേശം. പരിശോധനയ്ക്കെത്തിയ ED സംഘത്തിന് നേരെ ആക്രമണമുണ്ടായതിൽ ഗവർണർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. ED ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NIA അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് സമരം തുടരുന്നു. ഇന്ന് ഡിപ്പോകൾ ഉപരോധിച്ച് സമരം നടത്തുമെന്നാണ് സംഘടനകളുടെ പ്രഖ്യാപനം. സമരത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ കേസ് ഇന്ന് പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകനായ രാമനാണ് കേസ് നൽകിയത്. പൊങ്കൽ അടുത്ത സമയത്ത് നടത്തുന്ന സമരം ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ ഹർജി നൽകിയിരിക്കുന്നത്. അടിയന്തര കേസായി പരിഗണിക്കണമെന്ന ആവശ്യവും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ആദ്യ കേസായി ഇത് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഗംഗാ പൂർമാല അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ മഴ തുടരുന്നു. തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി, രാമനാഥപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30 മണിവരെയാണ് മുന്നറിയിപ്പ്. ദിണ്ടിഗൽ, തേനി, വിരുദുനഗർ, തെങ്കാശി, മധുര, തിരുപ്പൂർ, കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന മയിലാടുതുറ, കടലൂർ, തിരുവള്ളൂർ, തേനി, കള്ളാക്കുറിച്ചി തുടങ്ങിയ ജില്ലകളിൽ വ്യാപകമായി കൃഷിനാശമുണ്ടായി. ദിണ്ടിഗലിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നിരവധിയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ചെന്നൈ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ മിതമായ മഴ ലഭിക്കും എന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയും. കാസർഗോഡ് ചെറുവത്തൂരിൽ പാർട്ടിക്കുള്ളിലെ പരസ്യപ്പോര് അവസാനിപ്പിക്കാൻ സമമായ നീക്കവുമായി CPIM ജില്ലാ നേതൃത്വം. ബെവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിയതിൽ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം തുടരുന്ന CITU പ്രവർത്തകരുടെ ഫ്രാക്ഷൻ യോഗം ഇന്ന് ചേരും. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുക്കും. സ്വകാര്യ ബാറിനു വേണ്ടി നേതാക്കൾ നടത്തിയ ഇടപെടൽ തിരുത്തണം എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പാർട്ടി ശക്തി കേന്ദ്രമായ ചെറുവത്തൂരിലെ പരസ്യപ്പോര് അവസാനിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതിന് പിന്നാലെയാണ് സമമായ നീക്കം.
മധ്യ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിലും റഫയിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ഗസയിൽ കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെ എണ്ണം വളരെ ഉയർന്നു എന്നാണ് ഇസ്രായേൽ സന്ദർശനം നടത്തുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. ടെൽ-അവീവിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 7-ന് സമാനമായ ആക്രമണങ്ങൾ ചെറുക്കുന്നതിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. 24 മണിക്കൂറിനിടെ 126 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 57 പേരുടെ മരണം മധ്യ ഗസയിൽ അൽ അക്സ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ്. ഖാൻ യൂനിസ് നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള പാർപ്പിട സമുച്ചയം ആക്രമണത്തിൽ തകർന്നു. ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിൽ നാളെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വാദം കേൾക്കും. ആലപ്പുഴ ജില്ലയിലെ ഞൊണ്ടിമുക്ക് ജംഗ്ഷന്റെ പേര് പഴങ്കഥയാകുന്നു. നിയമസഭാ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥലപ്പേര് മാറ്റാൻ തീരുമാനിച്ചത്. ഭിന്നശേഷി സൗഹൃദ നയത്തിന്റെ ഭാഗമായാണ് നടപടി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ജംഗ്ഷന്റെ പേരാണ് കാലോചിതമായി മാറുന്നത്. ഭിന്നശേഷിക്കാരനായ വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പലചരക്ക് കട നടത്തിയിരുന്നു. അങ്ങനെയാണ് സ്ഥലത്തിന് നാട്ടുഭാഷയിൽ ഞൊണ്ടിമുക്കെന്ന പേര് വീണത്. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിലുള്ള നിയമസഭാ സമിതി കളക്ടറേറ്റിൽ യോഗം ചേർന്നപ്പോഴാണ് സമിതി ചെയർപേഴ്സൺ യു പ്രതിഭ MLA പേര് മാറ്റാനുള്ള തീരുമാനം അറിയിച്ചത്. വർഷങ്ങളായി ഉപയോഗിക്കുന്ന പേര് എളുപ്പം നാവിൽ നിന്ന് പോകില്ലെന്ന് നാട്ടുകാർ. നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ പലചരക്കട ഉണ്ടായിരുന്നു. പുള്ളിയുടെ കാലിന് വെച്ച് സ്വാധീനക്കുറവുണ്ടായിരുന്നു. അങ്ങേരെ ഞൊണ്ടി എന്ന് വിളിച്ചാണ് ഇപ്പം ഞൊണ്ടുമുക്കായത്. 50 വർഷത്തിന് മുമ്പാണ്. 60 വയസ്സായി. 60 വർഷത്തിന് മുമ്പാണ്. എൻ്റെ കൊച്ചിലെയായിരുന്നു നമുക്ക് ഇവിടെ കടയുണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞ് ഗുരുമന്ദിരമാക്കാൻ നോക്കുന്നത്. എന്നാലും ബസ്സുകാരനൊക്കെ ഞൊണ്ടുമുക്കത്തോ പറയാം. 10ഓളം കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെ ബോർഡുകളിലെല്ലാം എഴുതിയിരിക്കുന്ന സ്ഥലപ്പേര് മാറ്റി എഴുതണം. ഇതുൾപ്പെടെ ജില്ലയിലെ വികലാംഗ സംരക്ഷണ സദനം, വൃദ്ധസദനം എന്നിവയുടെ ബോർഡുകൾ 2 ആഴ്ചയ്ക്കകം മാറ്റാൻ യു പ്രതിഭ നിർദ്ദേശം നൽകി. 24 ആലപ്പുഴ. 6.5 ലക്ഷത്തോളം ദേശീയ പതാകകൾ വിറ്റഴിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയനാട്ടിലെ ഒരു വനിതാ സംരംഭക. കണിയാമ്പറ്റയിലെ ഷംല ഇസ്മായിലിന്റെ സംരംഭമാണ് പ്രതിസന്ധി നേരിടുന്നത്. 2022 ഹർ ഘർ തിരങ്ക പ്രചാരണത്തിനായി തയ്യാറാക്കിയ പതാകകളാണ് കെട്ടിക്കിടക്കുന്നത്. ഓഗസ്റ്റ് 8-നാണ് ഇവിടെ ഡെലിവറി പറഞ്ഞത്. പക്ഷേ കാലാവസ്ഥ മൂലം ട്രെയിനുകൾ 4 ദിവസം ലേറ്റ് ആയതുകൊണ്ട് ഓഗസ്റ്റ് 12-ാം തീയതി രാത്രിയാണ് എനിക്കിവിടെ എത്തുന്നത്. അപ്പം കസ്റ്റമേഴ്സിന് പറഞ്ഞ സമയത്ത് എനിക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു നഷ്ടമായിപ്പോയി. ഒരു രാത്രി കൊണ്ട് 1,10,00,000-ന്റെ മുകളിലാണ് നഷ്ടം വന്നത്. 2022 സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ 8 ജില്ലകളിൽ നിന്ന് 7 ലക്ഷത്തോളം പതാകകൾ നിർമ്മിച്ചു നൽകാനുള്ള ഓർഡറാണ് ഷംലയുടെ സംരംഭത്തിന് ലഭിച്ചിരുന്നത്. ഉത്തരേന്ത്യയിലെ മോശം കാലാവസ്ഥ എല്ലാം തകിടം മറിച്ചു. ട്രെയിൻ എത്താൻ വൈകിയതോടെ പതാകകൾ കൃത്യസമയത്ത് വിതരണം നടത്താനായില്ല. 6 ലക്ഷം പതാകകൾ ഇപ്പോൾ ഇവരുടെ യൂണിറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. നഷ്ടം 1.25 കോടിയുടേത്. 23-ൽ സെയിലാവും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടിയും കൈവിട്ടപ്പോൾ ആകെ ടെൻഷനായി. കാരണം നമ്മൾ ബിസിനസ് ഉണ്ട്, വർക്കുകളുണ്ട്, കൊട്ടേഷനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെയ്താലും നമ്മൾ വർക്കുകളൊക്കെ ഇതിൻ്റെ നഷ്ടത്തിലേക്ക് മാത്രം പോകുന്നതുകൊണ്ട് എങ്ങനെയാലും ഈ നഷ്ടം നിരത്താൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അപ്പം ഈ ഒരു റിപ്പബ്ലിക് ഡേക്ക് ഈ ഒരു 6 ലക്ഷം ചെറിയ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ അത് സെയിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. സംരംഭക എന്ന നിലയിൽ വ്യവസായ മന്ത്രിയുടെ ഉൾപ്പെടെ പ്രശംസ ഏറ്റുവാങ്ങിയ ഷംലയ്ക്ക് വിദേശങ്ങളിൽ നടക്കം ഓർഡറുകൾ വരുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. 250ഓളം പേരാണ് ഈ സംരംഭത്തെ ആശ്രയിച്ച് കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തേടുകയാണിവർ. 24 വയനാട്. അപകടങ്ങളിൽ പരുക്കേറ്റ് കിടപ്പിലായ 100ഓളം പേർക്ക് ഏകാന്തതയിൽ നിന്ന് ഒരിടവേള. കോഴിക്കോട് പെരുവയലിൽ അവർ ഒരുമിച്ച് അല്പസമയം ചെലവഴിച്ചു. പെരുവയൽ പഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചേർന്നാണ് വ്യത്യസ്തമായ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ചില വീഴ്ചകളിൽ ശരീരവും മനസ്സും തളർന്നുപോയവർ, പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിന്നവരും അതിനെ അതിജീവിച്ചവരും, അങ്ങനെയുള്ള 100ഓളം പേരുടെ ഒത്തുചേരലാണ് കോഴിക്കോട് പെരുവയലിൽ നടന്നത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ 4 ചുമരിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയിരിക്കുന്ന രോഗികളാണ്. അവരെ അടുത്ത് ചെന്ന് കാണുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ള ആളുകളെ കാണാനും ഒരു വലിയ ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു വേദിയാക്കി ഈ കുടുംബസംഘം മാറ്റാനുമാണ് പെരുവയൽ പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. പാട്ടും കളിയും തമാശകളും ഒപ്പം അനുഭവങ്ങൾ പങ്കുവച്ചും പങ്കെടുത്തവരെല്ലാം സംഗമത്തിൽ മുഴുകി. ജനപ്രതിനിധികളും പാലിയേറ്റീവ് അംഗങ്ങളും വിദ്യാർത്ഥികളും
സഹായവുമായി മുന്നിൽ നിന്നു. ഏറെക്കാലത്തിനു ശേഷം വീടിന് പുറത്തിറങ്ങാനായപ്പോൾ പലർക്കും അത് വലിയ ആശ്വാസമായി. ഞാനും സാധാരണ എല്ലാവരെയും പോലെ നേരത്തെ ഊർജ്ജസ്വലനായി എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. 13 വർഷങ്ങൾക്ക് മുന്നേ കോഴിക്കോട് വെച്ച് തന്നെയുള്ള അപകടത്തിൽ ഈ ഒരു സുഷുമ്നാടിക്ക് അപകടം പറ്റി കഴുത്തിനാൽ കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലേക്കായി. ഇഷ്ടമാണ് ഇത് ഇവിടെ എല്ലാവരും കാണാനും കഴിഞ്ഞ് ഇങ്ങനെ ഇത് ഒരുപാട് സംഘടിപ്പിച്ചിട്ടാണല്ലോ ഇത് ഈ ആളുകളൊക്കെ കാണാൻ കഴിഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ ഇനിയും ഒത്തുചേരുമെന്ന പ്രതീക്ഷയോടെ അവർ വീണ്ടും വന്നയിടങ്ങളിലേക്ക് മടങ്ങി. 24 കോഴിക്കോട്. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു.